ഐശോ ഈ പനീന്റെ ഗുളിക കഴിച്ചോ? കഴിച്ചല്ലോ. ഓക്കെ, എനിക്ക് പനിയാണ്, സംഭവം ശരിയാണ്. പക്ഷെ ക്യാപ്സൂൾ കഴിക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഒരു വീഡിയോ കാണിച്ചാലേ, കണ്ടോക്ക്. പറ, ഇത് എന്നാണ് ആശുപത്രിയിൽ പോയത്? ചൊവ്വാഴ്ചയിലന്ന് ഞാൻ ആശുപത്രിയിൽ പോയി. വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് വിപ്രാളത്തിൽ, ശ്വാസമുട്ടുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന്. ഒരു ചെറിയ ഗുളിക, ഒരു വലിയ ഗുളിക ഞാൻ തിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരെണ്ണം തിന്നു. പിന്നെ ഞാൻ ഗുളിക എടുത്ത് പൊട്ടിച്ചപ്പോ ഒന്നിട്ട് പകുതിയേ ഉള്ളൂ പൊടി. ആ പൊടി എന്ന് ഞാൻ പിരിക്ക് നോക്കിയപ്പോൾ അതിന് കമ്പുമില്ല, കൊള്ളണം. അങ്ങനെ ഞാൻ അടപ്പ് തുറന്നു നോക്കി. അപ്പൊ അതിൽ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കയ്യിലെടുത്തത് ഒരു 20 ഒരു മുള്ളാണ്. ആ ഗുളിയോടെ എടുത്ത് കയ്യിൽ വെച്ചു. ഗുളിയും കവറും എല്ലാം കൂടെ എടുത്ത് കയ്യിൽ വെച്ചു. ഒരു മുള്ളാണ്. അപ്പൊ പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ പുറത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ മരുന്നുണ്ടായിരുന്നു. ഞാൻ കൈ തട്ടിയപ്പോ അതിൽ മുള്ളാണ്. മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച്, മൂന്നാമത്തേലും മുള്ളാണ്. പിന്നെ നാലാമത് ഒരെണ്ണം പൊട്ടിച്ചില്ല. അപ്പൊ ഞാൻ കഴിച്ച 2 എണ്ണത്തിലും ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പൊട്ടിച്ച ഗുളിയാണോ? പൊട്ടിച്ചത്. അതൊന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി, അതവിടെ ഇരിക്കട്ടെ. മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ, മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിയ? കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കണതാണ്. എന്റെ ദൈവമേ, ഇതിലിരിക്കുന്ന ആനയാണ്. സാധാരണ പൊട്ടിച്ചാണ് ഗുളിക തിന്നണത്. എനിക്ക് ആ വെപ്രാളത്തിന്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്നത്. ഇതാണ് ഇതിലിരിക്കുന്ന ആണി. എന്താ അതുപോലെ 2 എണ്ണത്തിലും ഉണ്ട്. ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കും. അതിൽ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കഴിച്ചത് ഉണ്ടാന്നും എനിക്ക് അറിഞ്ഞൂടാ. വിതുര ഗവൺമെന്റ് ആശുപത്രിയിൽ, വിതുര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത്. ഇയാൾക്ക് സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിക വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിക പൊട്ടിക്കാതെ 2 എണ്ണം കഴിച്ചിട്ടുണ്ട്. രാവിലെ കഴിച്ച് ഈ രൂപ ഗുളിക എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊടിയും കുറവ്, അത് വളയുകയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ട് സൂചി. അപ്പോൾ ആ ഗുളിക മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിക എടുത്ത് പൊട്ടിച്ചു നോക്കി, അതിനകത്ത് മുട്ട് സൂചി. പിന്നെ വേറെ ഒരു ഗുളിക എടുത്ത്, മൂന്നാമതൊരു ഗുളിക എടുത്ത് പൊട്ടിച്ച് അതിലും മുട്ട് സൂചി. ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളികയുടെ കവറ്, ഇതാണ് ആ ഗുളികയുടെ കവറ്, ഇത് തൊണ്ട്, ഇതാണ് ആളാ ഇതാണ്. നമ്മളെ വിതുര ഗവൺമെന്റ് ആശുപത്രി, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത്. ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ ഈ കമ്പനിക്കാർ ഈ ഗുളികകൾ ഇങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ. പ്ലീസ് ഷെയർ, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലീസ്. ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ, മനുഷ്യന്റെ ജീവനെ രക്ഷിക്കൂ. കണ്ടോ ഈ വീഡിയോ? കണ്ടോ? ആണിയോ? ആണി ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഈ കെട്ട് ഊരിയപ്പോ അതിന്റെ ഉള്ളിൽ ആണി. ഇതൊക്കെ വയറിന്റെ ഉള്ളിൽ പോയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലെ. ഈ സ്ത്രീ ഇപ്പൊ ഇത് അറിയാതെ ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാല് എന്തുണ്ടാവും? മനസ്സിലായി ആണിയുള്ളത് പിടുത്തത്തില് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോ സാധാരണ ചില ആളുകൾക്ക് ഈ കെട്ടുള്ള ഗുളിക ഉണ്ടല്ലോ, ഈ ക്യാപ്സ്യൂള് ചിലപ്പോ ഇങ്ങനെ ഇതൊക്കെ എന്തെങ്കിലും അതിനൊരു ഉറപ്പൊക്കെ തോന്നിയിട്ടുണ്ടാവും. സാധാരണ വായിട്ട് ഈ കെട്ട് ഊരാൻ തോന്നിയത് ആ സ്ത്രീ അതിന്റെ മുമ്പ് കഴിച്ചതിന് ആണി പോയണമെന്നൊന്നും അറിയില്ല. അത് വയറ്റിലെത്തി പോയാ കീപ്പിട്ട് പോയാ പോയി, അല്ലെങ്കിൽ അവിടെ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും നമ്മുടെ ഒരു ഇത് നോക്കണം നിങ്ങള്, മരുന്നിന് വരെ നമ്മുടെ അസുഖം മാറാന്, നമ്മുടെ ബോഡി സംരക്ഷിക്കാന്, ആരോഗ്യം നിലനിർത്താന് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്. അസുഖങ്ങളിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ അസുഖം മാറ്റാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മുതലാണ് ഈ മെഡിസിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ആണിയൊക്കെയാണ് സംഭവം. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ ആണി വന്നേന്, ഈ സ്ത്രീ എങ്ങനെ ഈ ആണി കണ്ടുപിടിച്ച്, അതെനിക്ക് ഈ ചോദിച്ച പോലെ ഒരു ചോദ്യം തന്നെയാണ്. ഈ സ്ത്രീക്ക് നോക്കാൻ തോന്നിപ്പിച്ചാലോ, നമ്മളൊക്കെ എന്താ ചെയ്യാം, വായിലിട്ട് വെള്ളം കുടിക്കുക. മരുന്ന് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, മരുന്നിലും രക്ഷയില്ല. കാത്തോളണേ അല്ലേ. ഇത്രക്ക് ഇതായിട്ട് അവരുണ്ടാക്കണേ, ഒരു ശ്രദ്ധിച്ചുണ്ടാക്കണ്ടേ. എന്ത് ചെയ്യാനാ അല്ലേ? ഇത്ര കഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പാടുണ്ടോ? സത്യം പറഞ്ഞാൽ എല്ലാം പേടിക്കണം. പണിയൊന്നുമില്ല. ഞങ്ങൾ ഈ ഒരു കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഐശ്വനി പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പം ഓക്കെ, ബൈ.